ഇതിപ്പോൾ ഈ വി എസ് ശിവകുമാറിൻ്റെ സഹോദരൻ്റെ കേസൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാനിവിടെ സംസാരിക്കാൻ വന്നത് നിയമസഭ എങ്ങനെയാണ് നടക്കുന്നത്, അവിടെ അടിയന്തര പ്രമേയം എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ജിതിൻ ദേവനോടൊരു കാര്യം പറയാം. ഇവിടെ നിയമസഭ നമ്മളാരും പറയുന്ന ഒരു ചുമ്മാതെ അങ്ങ് നടക്കില്ല. അതിന് ചില ചട്ടങ്ങളും അതിന് ചില വ്യവസ്ഥകളും ഉണ്ട്. ഒരു നിയമസഭാ സമ്മേളനം തുടങ്ങിയാൽ ഒരു തവണ ഒരു വിഷയത്തെക്കുറിച്ചൊരു നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് ആ വിഷയം ആ നോട്ടീസായിട്ട് കൊടുക്കാൻ പറ്റില്ല, കൊടുത്താൽ സ്വീകരിക്കില്ല. ഇത് 19-ാം തീയതി തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരുന്നതാണ്. അന്ന് സമ്മതിച്ചില്ല, അന്ന് സബ് ജുഡീസ് ആണെന്ന് പറഞ്ഞു. ഇപ്പോഴും ഈ വിഷയം കോടതിയുടെ മുമ്പിൽ തന്നെയാണ്. അതായത് ഈ വിഷയം നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും UDF കോൺഗ്രസ് അത് കത്തിക്കും. അത് കത്തിച്ചാൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ ഗുണങ്ങളെല്ലാം പോകും. അതുകൊണ്ട് ഇതൊരു ചർച്ച നടത്തി അവസാനിപ്പിക്കുക. താങ്കൾക്കറിയാമല്ലോ ഈ അടിയന്തര പ്രമേയം നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ സംസാരിച്ചല്ലോ. നിങ്ങളുടെ സംശയം എനിക്കറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ എനിക്കറിയാൻ മേലാത്താണെങ്കിൽ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ശിവകുമാറിൻ്റെ വിഷയം അറിയത്തില്ല സഹോദരൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉന്നയിക്കാം. അതിന്മേലും കൂടെ അന്വേഷണം വേണമെന്ന് പറയാം. നിങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാം, കോടതിയിൽ കക്ഷി ചേരാം. അതൊക്കെ ജിതിൻ ദേവ് ചെയ്തോളൂ. എനിക്ക് അതിനകത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് LDF സർക്കാർ കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നത്? അടിയന്തര പ്രമേയം ശരിക്കും പറഞ്ഞാൽ അത് അംഗീകരിക്കുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് പ്രതിക്കൂട്ടിൽ അതിനെ നിർത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ആരും അടിയന്തര പ്രമേയം നിൽക്കാത്തത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് സമ്മതിക്കുന്നത്? ഇപ്പോൾ ഒരു ചർച്ച വന്നാൽ ഈ ചർച്ചയ്ക്ക് സമയം തീരുമാനിക്കുന്നത് അതത് കക്ഷികളുടെയും മുന്നണികളുടെയും സംഘബലത്തിന് അല്ലെങ്കിൽ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം 99 അംഗങ്ങളുള്ള ഗവൺമെൻറ് പക്ഷവും ഇപ്പുറത്ത് 40 41 പേരുമുള്ളത്. ആ ചർച്ച ഫലപ്രദമാകത്തില്ല. അതേസമയം LDFന് കൂടുതൽ സമയം കൂടുതൽ പേരെ പ്രസംഗിച്ച് ഈ ചർച്ചയെ വഴിതിരിച്ചു വിടാനും ഈ വിഷയം അവിടെ അവസാനിക്കും. പിന്നെ നിയമസഭയിൽ ഒരിക്കൽ പോലും ഇത് ഉന്നയിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അതാണ് കണ്ടത്. അടിയന്തര പ്രമേയത്തിലെല്ലാം പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയ വിഷയങ്ങളിലെല്ലാം ചർച്ച തീരുമാനിക്കുന്നു. ആ ചർച്ച നടക്കുന്നു, പ്രതിപക്ഷത്തെ അംഗങ്ങൾ ചർച്ചയിൽ സംസാരിക്കുന്നു. അതിന്റെ അവസാനം മന്ത്രിക്ക് പറയാനുള്ളത് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പൊ അതൊരു നല്ല തന്ത്രമാണ്. അപ്പോൾ അവിടെ പ്രതിഷേധമില്ല, ചർച്ച നടത്തിയോന്ന് ചോദിച്ചാൽ ചർച്ച നടത്തിയെന്നും ആകും. മുഖ്യമന്ത്രി പറയുന്നു തീർന്നു, ആ വിഷയം അവിടെ തീർന്നു. അതുകൊണ്ട് ഇനിയും ജിതിൻ ബാബുവിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് ഈ ശബരിമലയുടെ മറ്റു ഡീറ്റെയിൽസ് ചോദിക്കരുത്. താങ്കൾക്ക് എന്തോ സംശയം ഉണ്ടെന്ന് പറഞ്ഞു, എന്നോട് ചോദിക്കാം, അറിയാവുന്നതാണ് ഞാൻ പറയാം. അല്ലല്ല ശിവകുമാറിന്റെ സഹോദരന്റെ വിഷയം ഞാൻ ചോദിക്കുന്നില്ല. അത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് ആർക്കും ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാവുന്നതാണ്. അതിനകത്ത് ഉണ്ടായിരിക്കുന്ന നടപടികളെല്ലാം നമുക്കറിയാവുന്നത്. ഞാൻ അതല്ല ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വാർത്താ സമ്മേളനം നടത്തി പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഒളിച്ചോടാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയല്ലേ ഇന്നത്തെ പ്രതിപക്ഷം ചെയ്തത്? സ്പീക്കർ ഇന്ന് രാവിലെ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം, നിങ്ങൾ നോട്ടീസ് തരൂ എന്ന് പറഞ്ഞപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാകേണ്ടേ നിങ്ങൾ? കോൺഗ്രസ്, ഞാൻ അങ്ങനെയല്ല പറയുന്നത്, കോൺഗ്രസ് പാർട്ടി അവിടെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതെല്ലാം നിയമസഭാ രേഖകളായി മാറില്ലേ സണ്ണിക്കുട്ടി എബ്രഹാം? ഇതൊക്കെ ജനം അറിയേണ്ട കാര്യങ്ങളല്ലേ? ജനം അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്രീ ജിതിൻ ദേവ്. അതിനുള്ള മറുപടിയാണ് അദ്ദേഹം ഇതിനകം നടത്തി കഴിഞ്ഞത്. അതിനുള്ള മറുപടിയാണ് അദ്ദേഹം ഇതിനകം പറഞ്ഞു കഴിഞ്ഞത്. അതേ കാര്യങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്. ജിതിൻ ദേവ്, അതിന് ഞാൻ കൃത്യമായിട്ട് ഒരു സംശയവും തോന്നാത്ത രീതിയിലുള്ള മറുപടി പറഞ്ഞു. അങ്ങനെ ചർച്ച നടത്താൻ ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇവിടെ തീർന്നു. ഇതിവിടെ ചർച്ച നടന്നില്ലെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന വിദഗ്ധൻ, അദ്ദേഹം അടക്കമുള്ള ആളുകൾ, സെന്തിൽ ദേവ് അടക്കമുള്ള ആളുകൾ ഈ വിഷയങ്ങളിൽ അഭിപ്രായം പറയുകയും ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ശബരിമലയോട് സ്നേഹമുണ്ടെങ്കിൽ, ശബരിമലയിൽ ഇനി കൊള്ള നടക്കരുതുണ്ടെങ്കിൽ ഇതിനെതിരായിട്ട് നിൽക്കുക വേണ്ടത്. അല്ല ഞാൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ ശിവകുമാറിന്റെ സഹോദരനുമായിട്ട് കൂട്ടിക്കെട്ടി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ കൊണ്ടുപോകണ്ട. നിങ്ങൾ ശബരിമലയിൽ എന്ത് നടന്നു എന്നത് 14 ദിവസമായി കേരളത്തിൽ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കഴിഞ്ഞ 13-14 ദിവസമായി കേരളത്തിലെ റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ ഈ വിഷയത്തിന്റെ പുറകെയാണ് സാർ. അത് നിയമസഭയിലെ ചർച്ചയ്ക്ക് തുറന്നൊന്നുമല്ല. മുഖ്യധാര മാധ്യമങ്ങൾ ഇതിന്റെ പുറകെയാണ് സാർ.
ഈ ലോകം മുമ്പോടുമുള്ള അയ്യപ്പ വിശ്വാസികൾ ഇതിന്റെ പുറകെയാണ് സാർ, ഇതിന്റെ പുറകെയാണ് സാർ. അങ്ങനെ പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു പോകരുത്. എന്റെ പൊരു സാർ, അതിവിടെ ചർച്ച ചെയ്യുന്നുണ്ട് സാർ. ശരി, ശ്രീജിത്തിന്റെ പ്രതിപക്ഷത്തിന്റെ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയാണ്. അത് പന്തളത്ത് അവസാനിക്കുന്ന മഹാപ്രക്ഷോഭം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വീട്ടിലേക്കും ദേവസ്വം ബോർഡ് ഓഫീസിലേക്കും നടന്നിരുന്നു. അതിന് തുടർച്ചയുണ്ടാകുമെന്നാണ് നേതാക്കൾ പറഞ്ഞത്. ഇന്നത്തെ നേതാക്കളുടെ പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ്. Debate with Smriti Parathikkad.